ഇപ്പോൾ ഞങ്ങളുള്ളത് തായ്വാനിലാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു. അതിനകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല. അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ നോട്ട് അലൗഡ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ട് ഒരു സെക്യൂരിറ്റി ഓഫീസർ വന്നിട്ട് പറഞ്ഞു വീഡിയോ നോട്ട് അലൗഡ്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ MRTയിലേക്ക് പോവാണ് കേട്ടോ, ട്രെയിനിന്. ഇവിടുന്ന് മെട്രോ ഉണ്ട്, എക്സ്പ്രസ് മെട്രോ ട്രെയിൻ. പക്ഷെ ആളുകളെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് 8:30 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിൻ പിടിച്ചു. അപ്പോഴത്തേക്ക് 8:30 മണിയോളമായി. നല്ല തിരക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇത് എക്സ്പ്രസ് ട്രെയിനാണ് കേട്ടോ, മെട്രോ. ആൾക്കാർ രാവിലെ ജോലിക്ക് പോകാനും മറ്റുമൊക്കെ ആയിട്ടായിരിക്കും ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഇവരൊക്കെ സ്ഥിര യാത്രക്കാരാണ്, അതുകൊണ്ട് അവർക്കൊരു പ്രശ്നമല്ല. ഒട്ടുമിക്ക ആൾക്കാർ എന്തായാലും മാസ്ക് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. പുറത്തുള്ള യാത്രകളിൽ എല്ലാവരും ഒരു മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരുടെയും മാസ്ക് ഉണ്ട്. ഈ അളിയനാണ് നമ്മളെ കൈയൊക്കെ കാണിച്ച് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു നിന്ന ആള്. എല്ലാം മഴയുണ്ട് കേട്ടോ. കണ്ടില്ലേ വണ്ടിയുടെ അല്ല ട്രെയിനിൻ്റെ ഗ്ലാസ്സെല്ലാം വെള്ളം വീണിരിക്കുന്ന കണ്ടില്ലേ. ഇതിപ്പം തായ്പേയ് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. എപ്പോഴും മൂടി കിടക്കാണ്. 9 മണിയായിട്ടും മൂടി കിടപ്പുണ്ട്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ. ദൂരെ നോക്കിയാൽ പച്ചപ്പുള്ള ആ മലയൊക്കെ കാണുന്നുണ്ട്. നല്ല ഇത്രയും തണുപ്പായിട്ട് ഇവിടെ പച്ചപ്പിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ സാധാരണ തണുപ്പടിച്ചു കഴിഞ്ഞാൽ, അതായത് വളരെ കൂടുതൽ തണുപ്പടിച്ചു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഉണങ്ങിപ്പോകാനാണ് സാധ്യത. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിങ്ങനെ പാടം ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. കൃഷിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ വെളിയിൽ വന്നു. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ബസ് കയറാനുള്ളത് കേട്ടോ. ഇത് ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ബസ് കയറി വേണം ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകാൻ. നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. സിറ്റിയൊക്കെ നല്ല നീറ്റായിരിക്കുന്നു. ഇനി എന്തോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണാം വളരെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. ചൈനീസ് ഭാഷ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ നമുക്കൊന്നും മനസ്സിലായില്ല. ഇത് ചൈനീസ് ഭാഷയാണോ അതോ തായ്വാനീസ് ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ എന്തൊക്കെയോ വരച്ച് എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സീബ്ര ലൈൻസ് ഒക്കെ വളരെ ഇതിങ്ങനെ തിളങ്ങി നിൽക്കുന്നു. സിറ്റിയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇതൊരു ക്രിസ്തീയ ദേവാലയമാണ്. ഇവിടെയും ക്രിസ്തുമതം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെയൊക്കെ ഫോട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നു അവിടെ. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതുമല്ല ആ ബിൽഡിങ്ങിൻ്റെ മേളിലായിട്ട് ലാസ്റ്റ് സഫറിൻ്റെ ആ ഒരു സീൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമായി വരുന്നു. തൈവൂൺ എത്തി എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ എന്തായാലും ഇറങ്ങും. അവിടെ നിന്ന് പിന്നെ അടുത്താണ് ഹോട്ടലെന്ന് തോന്നുന്നു. ആൾക്കാർക്കൊന്നും തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഞങ്ങൾ ഹോട്ടലിലെത്തി. ഫൈനലി ഇവിടെ നല്ല മഴ. ഇതാണ് ഹോട്ടലിൻ്റെ സീന് കേട്ടോ. അടിപൊളി മഴ. ഇവിടുത്തെ ഹോട്ടലിന് വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ. ഓരോ റൂമിനും അതിൻ്റെ അടിയിൽ പാർക്കിംഗ് ആണ് കേട്ടോ. ഈ കാണുന്നത് പാർക്കിംഗ് ആണ്. അതിൻ്റെ ഷട്ടർ തുറന്നു വേണം ഞങ്ങൾ അകത്തേക്ക് വരാനും പോകാനും. നോക്കിയേ, ഓരോ റൂമിനും ഷട്ടറുണ്ട്, പ്രത്യേക ഷട്ടറും. അവിടെ പാർക്കിംഗ് അതിൻ്റെ അടിയിലാണ് അവരുടെ റൂമിലെ പാർക്കിംഗ്. വാഹനമുള്ളവർക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്യാം. അതേ ഷട്ടറുണ്ട്. ഇത് ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ റൂം ലോക്കായി. നിങ്ങൾക്കൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു സംഭവം. എവിടെ യാത്ര ചെയ്തിട്ട് ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല ഇതുപോലെ പാർക്കിംഗ് വിത്ത് റൂംസ്. ഹോട്ടലിൻ്റെ വെളിയിലാണല്ലോ സാധാരണ പാർക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ റൂമിൻ്റെ പേഴ്സണൽ പാർക്കിംഗ്. അതിൽ നമുക്ക് റൂം കാണാം. റൂം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വാല്യുബിൾ. ഒരു ചെയർ ഉണ്ട് അവിടെ, മസാജ് ചെയ്യാനുള്ള ചെയറാണെന്ന് തോന്നുന്നത് അതിനകത്ത്. സ്വാഗതം. ഇന്ന് തായ്വാനിലെ 2ാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി തായ്പേയ് സിറ്റിയിലേക്ക് പോകണം. അവിടെ നിന്ന് പോയിട്ട് വേണം
തായ്പേ ടവർ കാണാനാണ് ഇന്നത്തെ ഉദ്ദേശം കേട്ടോ. തായ്പേ ടവർ എന്ന് പറഞ്ഞാൽ അതിനെ 101 ബിൽഡിംഗ് എന്നും അറിയപ്പെടും. എന്തായാലും നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇപ്പൊ ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ഇവിടുത്തെ ലോക്കൽ ബസ്സിലാണ് കേട്ടോ. ലോക്കൽ ബസ് ഉണ്ടല്ലോ, ഇവിടുത്തെ മെട്രോ പോലെ അത്ര അടിപൊളി ബസ്സാണ്. ഞങ്ങള് തായ്വേ മെയിൻ സ്റ്റേഷൻ എത്തി. ഇനി ഇവിടുന്ന് 101 എന്ന് പറയുന്ന ബ്ലൂ ലൈനിലാണ് ഞങ്ങൾ ഇനി യാത്ര ചെയ്യുന്നത് കേട്ടോ. അതാണ് തായ്പേ ടവറിലേക്ക് പോകുന്ന ട്രെയിൻ. ഇന്നലെ ഞങ്ങൾ വന്ന അതേ സ്റ്റേഷൻ തന്നെയാണ് തായ്പേ മെയിൻ സ്റ്റേഷൻ. എല്ലാത്തിനും ഇവിടെ മെയിൻ സ്റ്റേഷനിൽ വന്നിട്ടേ ഇവിടുന്ന് ട്രെയിൻ ഉള്ളൂ കേട്ടോ. എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും മെയിൻ സ്റ്റേഷനിൽ വരണം. ഇത് നിങ്ങൾ അണ്ടർഗ്രൗണ്ട് ആണ്, ഫുൾ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ. ഇപ്പൊ രാവിലെ കുറച്ച് തിരക്ക് ഇവിടെ ഇങ്ങനെ കുറവായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ട്രെയിനിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നല്ല തിരക്കുണ്ടാവുമെന്നാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതാണ്. ഇവർക്ക് കറക്റ്റ് വഴി അറിയാന്നുള്ളതുകൊണ്ട് അവർ അവിടേക്ക് വരും. അവിടേക്ക് കുറെ ആൾക്കാരിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നു രാവിലെ. ട്രെയിനിൽ എന്തായാലും അത്യാവശ്യം തിരക്കുണ്ട് എന്നാണ് തോന്നുന്നത്. ആ തിരക്കുണ്ട്, ആൾക്കാർ ശരിക്കും നിൽക്കുന്നുണ്ട് അതിനകത്ത്. കണ്ടില്ല എത്ര ഡീസന്റ് ആയിട്ട് അവർ ആ ലൈനിനകത്ത് നിൽക്കുന്നത് നോക്കിയാൽ. ഒരാള് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. അതായത് ഇപ്പൊ ട്രെയിനിനകത്ത് നിന്ന് ഇറങ്ങുന്നവർക്കാണ് പ്രയോറിറ്റി. അവർ പോകാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ടിൽ ഇങ്ങനെ വഴിയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മളും അങ്ങനെ ട്രെയിനിനകത്തേക്ക് കയറി. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ ഇവിടുത്തെ മെട്രോ എക്സ്പീരിയൻസ്. ഇരുന്നൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സീൻ ഇതുവരെയും കിട്ടിയില്ല. എപ്പോഴും നോക്കിയാലും നിൽക്കുക തന്നെയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇതാണ് തായ്പേ ടവർ, 101 ടവർ. ഒന്നും കാണത്തില്ല, ആകെ മൂടി കെട്ടി കിടക്കുകയാണ്. എന്താണ് അവസ്ഥയെന്ന് നമുക്ക് അകത്ത് പോയി നോക്കാം. ഇനി അകത്ത് പോകണം. അകത്ത് പോയാൽ മാത്രമേ ടിക്കറ്റ് എടുത്ത് ഇവിടേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ കയറിയിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുന്നുള്ളത് അവിടെ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മൂടിക്കിടക്കുകയാണല്ലോ. കാലാവസ്ഥ അത്ര ശരിയല്ല, അത് കാരണമാണ്. ഇവിടെ തായ്പേയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ. അതർ റീജിയനിലും ഉണ്ട് ഇവിടെ ബിൽഡിങ്ങുകൾ, പക്ഷെ ഇത് തായ്പേ സിറ്റിയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. നമ്മൾ മേളിൽ കയറിയിരുന്നുണ്ടെങ്കിൽ ഫുള്ള് തായ്പേ സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ കുറെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാനും ആൾക്കാർ ശരിക്കും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു വന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇപ്പൊ രാവിലെ എന്തായാലും നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഇതും ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ ഒക്കെ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അതോ ഇത് റെഗുലർലി ഇവിടെ തന്നെ ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും വന്നിട്ട് നോക്കാം. സിറ്റിയൊക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. മഴ പെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് മൊത്തത്തിൽ കാണുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ മഴ നമ്മളെ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. നോക്കിയാ ഒന്നും കാണാൻ പറ്റില്ല. പകുതിയിലധികം കാർമേഘം കൊണ്ട് മൂടി കിടക്കാണ്. ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മേളിൽ ഡക്കിൽ പോകാത്തതുണ്ടോ. ഡക്കൊക്കെ പുകഞ്ഞ് കാണുന്നുണ്ട്. ആ ബിൽഡിംഗ് കണ്ടോ, അതിന്റെ ഏറ്റവും മേളിലാണ് ഡക്ക്. ഡക്കിൽ കയറിയാൽ മാത്രമേ വ്യൂ കിട്ടുള്ളൂ കേട്ടോ. अगर ऊपर डक में चले जाएंगे तो बस हमको अच्छा व्यू मिलेगा. वो आप देखो व्यू कैसा दिख रहा है. बिल्कुल नहीं दिख रहा है ना ऊपर. डक बोले तो उधर से भी बहुत ऊंचा है. वो सब धुआं निकल रहा है उधर से. ഇനി ലോക്കൽ മാർക്കറ്റിലേക്കാണ് പോയത് കേട്ടോ. ഇവിടെ കണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇറച്ചിയൊക്കെ പൊരിച്ചു വെച്ചിരിക്കുന്നു. इधर लोकल मार्केट में हम आया है. देखो ये लोकल मार्केट का सिचुएशन है. ये इधर बहुत इलेक्ट्रॉनिक्स शॉप बहुत ज्यादा है. इलेक्ट्रॉनिक्स ये मेडिकल स्टोर है. इतना सामान है ही नहीं, लेकिन ये एक हॉस्पिटल है.
ഇതൊക്കെ घर का नंबर लगे हुए है ഇവിടുത്തെ വീടിന്റെ നമ്പറുകളാണ് കാണുന്നത് കേട്ടോ അതിങ്ങനെ ഒരു 206 201 ഇങ്ങനെ അതിൽ തുടങ്ങി 300-നകത്ത് അവസാനിക്കും ഓരോ സ്ട്രീറ്റിനും അങ്ങനെ 200-ലാണ് തുടങ്ങുക അത് സ്ട്രീറ്റിനനുസരിച്ചാണ് അവിടുത്തെ പേര് കേട്ടോ ഇവിടെ കണ്ടില്ലേ എല്ലാ മൃഗങ്ങളെയൊക്കെ പലതിനെയും വെട്ടി അരിഞ്ഞ് പൊരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് എന്തോ ഈ ആ, ഒട്ടകപ്പക്ഷിയുടെ തലയൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ ये यहाँ बहुत सारा मीट रखी हुआ है किसका मुंडी है मेरे को मालूम नहीं वो आ, देखो कौन सा पक्षी का मुंडी है वो रखा हुआ है इतना लंबा सा है इधर लोकल मार्केट में इतना क्राउड नहीं है हो सकता है शाम के बाद हो सकता है कि मान लो ड्यूटी खत्म होने के बाद लोग आते रहेगा अभी तो 4 बजे हुआ है 4 बजे को भी बहुत लाइट कम हो गया है इधर सब लाइट लगी हुई है वो छोटा बनाना भी है देखो ഇവിടെ ഈ ചെറിയ പഴങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ ചെറിയ നമ്മളെ നാട്ടിലെ പഴം ഇവിടെ ഉണ്ട് മാങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കമ്പയർ ടു വിയറ്റ്നാം തായ്ലൻഡ് ഇവിടെ മാങ്ങാപ്പഴത്തിനൊക്കെ കുറച്ച് വില കൂടുതലാണ് തായ്വാനിലെ ഡ്രസ്സിനൊന്നും അങ്ങനെ വളരെ ഫേമസ് ഇല്ല ഇവിടെ ഭയങ്കര ഇലക്ട്രോണിക്സിനൊക്കെ ഭയങ്കര ഫേമസ് ആണ് തായ്വാനീസ് ഇലക്ട്രോണിക്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടല്ലോ മെയ്ഡ് ഇൻ തായ്വാൻ നല്ല നല്ല ഇലക്ട്രിക്കൽ ഐറ്റങ്ങളാണ് लोकल मार्केट है लोकल मार्केट में इतने भीड़ नहीं है इधर का इलेक्ट्रॉनिक्स बहुत अच्छा है लेकिन इधर एक पेस्ट्री है पेस्ट्री में चीज केक बन रहा है हमने ऑर्डर किया है इंतजार कर रहा हूँ अगर मिलेगा तो टेस्ट करके देखेंगे कैसा टेस्ट है चॉकलेट चीज केक भी है और वनीला भी है सारा है अभी गरम गरम बना के दे रहा है ഇവിടെ നമ്മള് ഒരു ചെറിയ പേസ്ട്രിയിലൂടെ എത്തിയിട്ടുണ്ട് അതിൽ നമ്മള് ചീസ് കേക്ക് ഓർഡർ ചെയ്തു ചീസ് കേക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചോക്ലേറ്റ് ചീസ് കേക്ക് വനീല ചീസ് കേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് നമുക്ക് കുറച്ച് 5 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞ് 5 മിനിറ്റ് ശേഷം കിട്ടും അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നോക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതേ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അവിടെ എന്താണ് കാര്യം നടക്കുന്നത് എന്നുള്ളത് ഇവിടെ ഒത്തിരി പേര് യൂണിഫോമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇവിടെ തായ്വാൻ്റെ ദേശീയ പതാകയൊക്കെ അങ്ങനെ ആൾക്കാർ കാണിക്കുന്നുണ്ട് കുട്ടികളും മുതിർന്നവരും ചെറുപ്പക്കാരും ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഭയങ്കര മ്യൂസിക് കിടക്കാണ് അവിടെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് മ്യൂസിക് ഉണ്ട് അതിൻ്റെ മുന്നിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല ഒരു സൈഡിൽ കടലും മറു സൈഡിൽ ഞങ്ങൾ ബാക്ക് സൈഡിലുമാണ് ഉള്ളത് അത് കാരണം ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാം അത് എന്താണ് പ്രോഗ്രാം എന്ന് നമുക്കറിയില്ല അവിടെ ഒന്നും ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടില്ല उधर क्या प्रोग्राम हो रहा है करके हमको मालूम नहीं ओ लेकिन ये ताइवान का फ्लैग सब उड़ा रहा है देखो उधर और ब्लू फ्लैग भी है बच्चे हैं जवान है बुढ़े हैं सब लोग हैं लेकिन सामने नहीं जा सकता हूँ क्यों सामने समुंदर है पीछे हम हैं और जो प्रोग्राम हो रहा है इस दोनों को दरमियान में है लेकिन जाके सामने से दिखाने के लिए थोड़ा दिक्कत है इसलिए तो दिखा नहीं सकता हूँ ദൂരെ നോക്കിയേ ഈ കാണുന്നത് മൊത്തം ജനങ്ങളാണ് കേട്ടോ ഇവിടെ അതേ കണ്ടില്ലേ വയസ്സായ ആൾക്കാർ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എക്സസൈസ് പോലെയാണ് അത് പ്രായമായവർ മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരൊന്നും ഇല്ല കേട്ടോ അവർ അവിടെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ മ്യൂസിക് അവതരിപ്പിക്കുന്നുണ്ട് അവിടെ ഡൊണേഷൻ ബോക്സും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൊണേഷൻ ഉണ്ടെങ്കിൽ ഡൊണേഷൻ ഇടാം ഇത് വളരെ സ്ലോയിലാണ് ഡാൻസ് इधर लोग नाच रहा है लेकिन ये सब बुढ़ा बुढ़ी है कोई इतना यंग तो है ही नहीं लेकिन मेरे को लगता है ये एक्सरसाइज के लिए नाच रहा रहेगा लेकिन शायद हो सकता है माइंड फ्रेश करने के लिए भी है देखो एक तो मास्टर है और इधर म्यूजिक भी चल रहा है डोनेशन बॉक्स रखा हुआ है आपको कुछ डोनेशन डालना हो तो डाल सकता है बहुत एक्टिविटीज चल रहा है इधर लेकिन एंजॉय कर रहा है कोई ऐसा नहीं बगैर एंजॉय में कोई है ही नहीं देखो लिए लोग कोशिश कर रहा है देखो अभी इधर फूड फेस्टिवल चल रहा है और बहुत सारा दुकान है इधर इधर ज़्यादातर मच्छी है और प्रॉन्स है
वो जो पंखा चल रहा है उसमें मक्खी नहीं बढ़ना चाहिए, इसलिए तो पंखा चलते रहता है। देखो स्क्रूड भी है। इसको हिंदी में क्या बोलता है मेरे को मालूम नहीं। जो आप लोगों को मालूम है तो थोड़ा कमेंट करिए। बहुत स्मेल आता है, बहुत स्मेल आता है। लेकिन ये फ्रेश है। उसके अंदर कुकिंग हो रहा है, कुकिंग करके भी रखा हुआ है। उधर वो सामने दिख रहा है, वो कुकिंग करके रखा हुआ है। देखा ना क्या दिमाग चला रहा है लोग मक्खी भगाने के लिए। इधर तो सारा गिफ्ट आइटम्स है। इधर जूस शॉप है। इधर मसाज, आपको मसाज करना है तो कर सकता है इधर से। देखो कैसा कुत्ते को लेके जाता है। कुत्ते को, बच्चे को बिठाने का वो उसी में കുത്തിയെ बिठाया हुआ है। ഞാൻ പറഞ്ഞില്ലേ കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്ന ട്രോളിയിലാണ് പട്ടിയെ കൊണ്ടുപോകുന്നത്. ഇവിടെയൊക്കെ നിറച്ച് കണവ ഇങ്ങനെ മാവിൽ മുക്കി പൊരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കണവയുണ്ട്, പന്നിയുണ്ട് അവിടെ, പിന്നെ കൂണുണ്ട്. ഇതെല്ലാം മാവിൽ മുക്കി പൊരിച്ചതാണ്. നല്ല നാറ്റമുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എന്നിട്ടും ആൾക്കാർ भी है उधर. अच्छा भीड़ है. देखा ना भीड़ कितना हो रहा है, देखो भीड़ तो बहुत ज्यादा है. सारे जगह में ऑलमोस्ट സീ ഫുഡ് है. ഇവിടെ കൂടുതലും സീ ഫുഡാണ് കേട്ടോ. സീ ഫുഡാണ് വിൽക്കാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. സീ ഫുഡിൽ കുറഞ്ഞൊരു കളിയില്ല. ഒരാവശ്യം പോലെ സീ ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ അത് ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ഒരു പിടുത്തമില്ല. അവിടെയെങ്ങും മീൻ പിടിക്കുന്ന സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെയൊക്കെ കണ്ടോ, ഈച്ചയെ അടിക്കാനാണ് ആ സംവിധാനം. കണ്ട ഈച്ച ഇങ്ങനെ ആട്ടി ആട്ടി വിടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പങ്ക പോലെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി ബുദ്ധി തന്നെയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ്. വെറുതെ ഇരുന്ന് ഈച്ച അടിക്കേണ്ട കാര്യമില്ല. നോക്കിയേ, അതിലിങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്താണ്. സ്ക്വിഡ്, ഗ്രിൽഡ് स्क्विड. ये लाइव स्क्विड सामने रखा हुआ है और बनारा भी है. देखो ये ग्रिल्ड है. एक पीस 100 ताइबानी डॉलर है. अच्छा है, फ्रेश है. लेकिन मेरे को समझ में नहीं आ रहा कहाँ से आता है ये फ्रेश फिश. क्यों मालूम, उधर तो किधर भी फिश पकड़ रहा नहीं है कोई, किसी को मैंने नहीं देखा. लोग बहुत खारा है, बहुत खारा है, इसलिए तो बना रहा ना इतना. मेरे को लगता है रात तक चलेगा ये. लेकिन ठंडी बहुत है उधर, रुक ही नहीं सकता हूँ. बहुत हवा चल रहा है. समुंदर है ना ये, इसलिए तो बहुत ज़्यादा हवा चल रहा है. लोग जैसा ऑर्डर देते हैं वैसा बना के देता है. बड़ा छोटा जैसा है. 100 रुपये का है और 120 का भी है. बहुत बड़ा फेस्टिवल चल रहा है. നല്ല അടിപൊളി ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആവശ്യം പോലെ ഷോപ്പുകളുണ്ട്. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സസ് ആണ്. ഈ കാണുന്നതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സാണ് കേട്ടോ. ഞാനിതൊക്കെ നോക്കിയായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സുകളാണ്. അതിൻ്റെതായ വിലയേ ഉള്ളൂ, ചെറിയ വില. എനിക്ക് എവിടെ നോക്കിയാലും പട്ടിക്കുട്ടികൾ ആവശ്യം പോലെ. ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ കൊണ്ടു നടക്കും. കുഞ്ഞുങ്ങളില്ല ഇവർക്ക്, തീരെയും കുഞ്ഞുങ്ങൾ കുറവാണ് കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ അട്ടിച്ച് പൊളിച്ച് നടക്കുന്ന ടീമുകളാണ്. ഈ കിടക്കുന്നതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സുകളാണ്. നല്ല ഡ്രസ്സുകളാണ്, കൂടുതലങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളതല്ല. നല്ല വൃത്തിയുള്ള ഡ്രസ്സുകൾ. റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ എല്ലാം സ്റ്റേഷനാണ് കേട്ടോ. ഈ സ്റ്റേഷൻ്റെ മേളിലാണ് ഈ കാണുന്നതെല്ലാം. ये इसके नीचे पूरा रेलवे स्टेशन है, अंडरग्राउंड स्टेशन है. ये स्टेशन का ऊपर है ये सब चल रहा है. अब देखेंगे तो अभी मालूम पड़ता है. उधर स्टेयर केस दिख रहा है ना, वो स्टेयर केस से नीचे जाएंगे तो स्टेशन हो जाएगा. और लिफ्ट भी है. इधर पूरा लाइट लगे हुए हैं. लगता है न्यू ईयर का जो लगाया लाइट, लाइट अभी तक निकाला ही नहीं है, वही लग रहा है. बहुत सारे लोग इधर आके फोटो ले रहा है.
देखो बहुत लोग, लेकिन कोई किसी को डिस्टर्ब नहीं करता था। हम लोग गया तो भी हम लोग को डिस्टर्ब नहीं किया था, लेकिन देख रहा था, हम लोग गया था, हमारा रैंक देके देख रहा है. നമ്മളെ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കളറൊക്കെ കണ്ടിട്ടായിരിക്കും ആൾക്കാർ നോക്കുന്നത്, അല്ലാതെ ഒരുത്തരും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല. എല്ലാവർക്കും അതുവരേക്കും ബായ്, സി യു.